കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം കേരളത്തിലെ സാധാരണക്കാരന്റെ നെഞ്ചിൽ തീയായിരുന്നു. കാരണം ഏതെല്ലാം സാധനങ്ങൾക്കാണ് നികുതി വർദ്ധിപ്പിക്കുന്നത് എന്ന ആവലാതിയായിരുന്നു എല്ലാവർക്കും. പക്ഷേ UDF സർക്കാരിന്റെ ഇന്നത്തെ ബജറ്റിൽ സാധാരണക്കാരന്റെ മേലിൽ യാതൊരുവിധ നികുതിയും ചുമത്തിയിട്ടില്ല എന്നത് ഏറെ ആശ്വാസകരമാണ്. ഇന്ദിരാ ഗ്യാരണ്ടികൾ കേരളത്തിൽ നടപ്പാക്കുമോ എന്ന് ചോദിച്ചവരോട് ആദ്യ നിർദ്ദേശമായ പ്രിയദർശിനി പദ്ധതി നടപ്പാക്കിയിരിക്കുന്നു. രണ്ടാമത്തെ നിർദ്ദേശമായ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ് പറ്റിച്ചവരെ പോലെയല്ല, കേരളത്തിൽ മെസ്സിമാരെ സൃഷ്ടിക്കാൻ മലബാറിൽ ആധുനിക സ്റ്റേഡിയം നിർമ്മാണത്തിന് 50 കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു. ഇനി മുതൽ കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികൾക്ക് ചില സംഘടനക്കാരുടെ ഇടിമുറികളെ പേടിക്കേണ്ടതില്ല. കാരണം ഈ ബജറ്റിൽ സിദ്ധാർത്ഥന്റെ പേരിൽ ആന്റി റാഗിംഗ് വെൽഫെയർ ആക്ട് വരുന്നുണ്ട്. താൽക്കാലിക ഗിമ്മിക്കുകൾ കാണിക്കാതെ കേരളത്തിന്റെ ദീർഘകാല ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ഇന്നത്തെ ബജറ്റ് എന്നതിൽ സംശയമില്ല. ലക്ഷം കോടിയുടെ കടവും ബാധ്യതകളുമുള്ള നമ്മുടെ സംസ്ഥാനത്തെ വീണ്ടും കടക്കണിയിലേക്ക് തള്ളിവിടാതെ ഭാവി കേരളത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള തീവ്ര ശ്രമമാണ് UDFന്റെ ആദ്യ ബജറ്റ് എന്ന് നിസ്സംശയം പറയാം.